തൃശൂർ പൂരം അലങ്കോലമായതിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം എങ്ങും എത്തിയില്ല. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGP MR രാജ്കുമാർ 4 മാസമായിട്ടും റിപ്പോർട്ട് നൽകിയില്ല. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് CPI ഉൾപ്പെടെ VS സുനിൽകുമാർ, LDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉൾപ്പെടെ ആവർത്തിച്ചു ചോദിക്കുമ്പോഴും ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അത് എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ആരോപണ വിധേയനായ ADGP തന്നെയാണ് ഈ അന്വേഷണം നടത്തിയത്. എന്തുകൊണ്ട് റിപ്പോർട്ട് നൽകിയില്ല എന്നതിന്റെ ഉത്തരം അതിൽ തന്നെ ഇല്ലേ? തീർച്ചയായും വിനീത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സഹായകരമായത് തൃശൂർ പൂരത്തിലെ പോലീസിൻ്റെ ഇടപെടലാണ് എന്നുള്ളതാണ് നിലവിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. അത്തരം തെളിവുകളൊക്കെ തന്നെയാണ് ADGPക്കെതിരെയും ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിനു ശേഷം മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ADGPക്ക്. ADGP MR അജിത് കുമാർ നേരിട്ട് തന്നെയാണ് ആ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ചത്. എന്നാൽ ഈ ഒരാഴ്ച കഴിഞ്ഞ് ഇന്നിപ്പോൾ 4 മാസം കഴിയുന്നു. 4 മാസം കഴിഞ്ഞിട്ടും ADGP ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരമാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ലോക്സഭയിലെ തൃശൂർ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ ഉൾപ്പെടെ രംഗത്ത് വന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അങ്ങനെ പുറത്തുവിടണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോഴും ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പക്കൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകട്ടെ ഒരു ചോദ്യം തിരിച്ചും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് MR അജിത് കുമാറിനോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസും MR അജിത് കുമാറും തമ്മിലുള്ള ഇടപെടലിൻ്റെ ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന്. അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊരു മുഖ്യമന്ത്രി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. CPMനെ ആകെ പ്രതിരോധത്തിലാക്കിയ, LDFനെ ആകെ പ്രതിരോധത്തിലാക്കിയ തൃശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അത് BJP അവിടെ വിജയിക്കുകയും ചെയ്തു. മുൾമുനയിൽ CPMനെ LDFനെ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു അലംഭാവം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും, ഒപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും. നിലവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ADGP മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരാഴ്ച മാത്രമാണ് ഈ തൃശൂർ പൂരവുമായി പോലീസിൻ്റെ ഇടപെടലിൽ അല്ലെങ്കിൽ ഒരു അലങ്കോലപ്പെട്ടു എന്നുള്ള കാര്യം അന്വേഷിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നത്. ആ നിർദ്ദേശം നിലവിൽ ഇതുവരെയും MR അജിത് കുമാർ പാലിച്ചില്ല എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിനീത, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.